Kamal Hassan, Maniratnam, A.R. Rahman joined hands together for the first time for this movie Thug Life. Trailer released today, May 17th, 2025, and it is a brilliant trailer. And this video, in the video, ഈ വീഡിയോ ഒരു ട്രെയിലർ റെസ്പോൺസ് മാതിരി പண்றேன். മണിരത്നം തമിഴ്നാട്ടിലെ നമ്പർ 1 ഡയറക്ടർ മാത്രമല്ല, ഹോൾ ഇന്ത്യയിലെ ലെജൻഡറി ഡയറക്ടേഴ്സിൽ ഒരാളാണ്. കമൽ ഹാസൻ തമിഴ്നാട്ടിലെ നമ്പർ 1 ആക്ടർ മാത്രമല്ല, ഇന്ത്യയിലെ ലെജൻഡറി ആക്ടേഴ്സിൽ ഒരാളാണ്. എ ആർ റഹ്മാൻ തമിഴ്നാട്ടിലെ നമ്പർ 1 മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല, ഇന്ത്യയിലെയും മേ ബി ഗ്ലോബലിയും ഓസ്കറൊക്കെ കിട്ടിയതുകൊണ്ട് ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഈ 3 തമിഴ് ലെജൻഡ്സ് മണിരത്നം, കമൽ ആൻഡ് എ ആർ റഹ്മാൻ ഫസ്റ്റ് ടൈം കമ്മിങ് ടുഗെദർ എന്നതുള്ളതാണ് തഗ് ലൈഫിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. വേറെ കുറച്ച് സ്പെഷ്യാലിറ്റീസും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കാം. ജൂൺ 5th, അതായത് 2-3 വീക്സ് ഫ്രം നൗ തഗ് ലൈഫ് റിലീസാവും. ജൂൺ 5th, 2025 തഗ് ലൈഫ് റിലീസാവും. ട്രെയിലറിൽ നിന്ന് റിലീസായി. വെരി ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ്. ബിക്കോസ് ഇത് തന്നെ നായകൻ എന്ന മണിരത്നത്തിൻ്റെ 86-87 പീരീഡിൽ 1956 റിലീസായ നായകൻ വേലു നായക്കർ എന്ന ബയോപിക് ക്യാരക്ടർ ചെയ്ത മണിരത്നത്തിൻ്റെ ഏറ്റവും നല്ല പടങ്ങളിൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നായകൻ എന്ന പടത്തിൻ്റെ ശേഷം മണിരത്നം, കമൽ വീണ്ടും ഒന്നിച്ച് അഭിനയിക്കാൻ മണിരത്നം പല ന്യൂ ആക്ടേഴ്സിനെയും കൊണ്ടുവന്നു, മാധവനടക്കം, അരവിന്ദ് സ്വാമി അടക്കം. പക്ഷേ ആ നായകന് ശേഷം കമൽഹാസനും മണിരത്നം വീണ്ടും ഒന്നിച്ചില്ല. ഇറ്റ് ടുക്ക് നിയർലി 40 years ഫോർ ദം ടു കം ടുഗെദർ. പിന്നെ എ ആർ റഹ്മാൻ ഇതിൽ വന്നു. അന്ന് ഇളരാജയായിരുന്നു മ്യൂസിക് നായകനിൽ. അതിൽ കമൽഹാസൻ പാടിയിട്ടുണ്ട്. തെൻപാണ്ടി ചീമയിലുള്ള എന്ന് കമൽ പാടിയ ഗാനം വളരെ ടച്ചിങ്ങായി. കമൽ അനേകം പാട്ടുകൾ പാടിയിട്ടുണ്ട് പല സിനിമകളിലും. സുന്ദരി നീയും സുന്ദരൻ ഞാനും, ഇഞ്ചിയിടുപ്പഴകെ. നല്ലൊരു ഗായകനാണ്. സകലകലാ വല്ലഭൻ എന്ന് വെറുതെ പറയുന്നതല്ല. അപ്പോൾ കമലും മണിരത്നവും നായകന് ശേഷം വീണ്ടും അതിൻ്റെ ഒരു സീക്വൽ പോലെ പടം വരുന്നു. അതേ ക്യാരക്ടർ നെയിം, ടൈറ്റിൽ നെയിം വേലു നായക്കർ. വേലു നായക്കർ എന്ന് പറയുന്നത് റിയൽ ലൈഫ് ബയോപിക് ക്യാരക്ടറാണ്. വരദരാജ മുതലിയാർ എന്ന് പറയുന്ന ചെന്നൈയിൽ നിന്നും ബോംബെയിൽ പോയി ഡോണായി മാറിയ. ബൈ ദ വേ, ഇത് ഇന്ത്യയിലുള്ള ഡോൺ പടങ്ങളിലെ മാസ്റ്റർ പീസ് നമ്പർ 1 ആണ്. മാസ്റ്റർ പീസ്. ഗ്ലോബൽ ഡോൺ പടങ്ങളുടെ മുത്തച്ഛനായി, അല്ലെങ്കിൽ എന്താ പറയുക, അൾട്ടിമേറ്റ് ആയിട്ട് കരുതപ്പെടുന്ന റെഫറൻസ്, ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ആയിട്ട് കരുതപ്പെടുന്നത് ഗോഡ് ഫാദർ എന്ന സിനിമയാണ്. മർലൺ ബ്രാൻഡോ ഫസ്റ്റ് പാർട്ടിൽ അഭിനയിച്ച, അൽ പാച്ചിനൊക്കെ പിന്നീട് അഭിനയിച്ച ഗോഡ് ഫാദർ ട്രിലജി. അത് പല ആക്ടേഴ്സിൻ്റെയും ഫേവറേറ്റ് ആണെന്ന് ഞാൻ ചെറുപ്പത്തിലൊക്കെ പിന്നെ ഷാറുഖ് ഖാൻ, അമീർ ഖാനൊക്കെ പറയുന്നത് കണ്ടിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഗംഭീരമാണ്. അതുപോലത്തെ അതിൻ്റെ ഇന്ത്യൻ റെസ്പോൺസാണ് നായകൻ. അതിനുശേഷം വന്ന എല്ലാ പടങ്ങളും, വാസ്തവ്, രാം ഗോപാൽ വർമ്മ, ഡോൺ പടങ്ങൾ, പിന്നെ കേരളത്തിൽ വന്ന പടങ്ങൾ, ഇന്ത്യൻ പടങ്ങളെല്ലാം നായകൻ റെഫറൻസാണ്. നായകൻ മേ ബി ഗോഡ് ഫാദർ റെഫറൻസാണ്. ആ എല്ലാ ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സിനും ബിഗ് സല്യൂട്ട്. പക്ഷേ മണിരത്നം ഇന്ന് സ്റ്റിൽ അപ്ഡേറ്റഡ് ആയിട്ട്, ഇന്ന് സ്റ്റിൽ ഇൻഡസ്ട്രി അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ സമീപകാലത്ത് പൊന്നിയിൻ സെൽവൻ പാർട്ട് 1, പാർട്ട് 2 ഒക്കെ എടുത്ത് ഹിറ്റാക്കി മാറ്റാൻ മണിരത്നത്തിന് കഴിഞ്ഞു. പറയാൻ കാരണം ഇന്ത്യൻ ഇതേപോലെ സെക്കൻഡ് പാർട്ട് വന്നത് ശങ്കറിന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല എന്നുള്ളിടത്താണ്. ഇന്ത്യൻ ഇതുപോലെ ഞാൻ മോസ്റ്റ് എവൈറ്റഡ് ആയിട്ട് കണ്ടൊരു സാധനമായിരുന്നു ഇന്ത്യൻ 2. പക്ഷേ അത് പാളി. ഇനി ഇന്ത്യൻ 3 എന്താണെന്നുള്ള അറിയില്ല. അത് നന്നാവുന്ന കമൽഹാസൻ പറയുന്നുണ്ട്. പക്ഷേ ഈ തഗ് ലൈഫ് എന്നുള്ള പടത്തിന് ട്രെയിലർ കണ്ടപ്പം വളരെ പ്രോമിസിങ് ആണെന്ന് തോന്നി. അതിലെ ആ ചെറിയ കുട്ടീൻ്റെ രംഗങ്ങൾ കണ്ടപ്പോൾ നായകനിലെ കമൽഹാസൻ ബയോപിക്കാന്ന് പറഞ്ഞല്ലോ, ചെറിയ കുട്ടി തൊട്ട് വലിയ വയസ്സനായി. അന്ന് വളരെ 19 വയസ്സുള്ള കമൽ 10-60 വയസ്സുള്ള കിളവനായിട്ട് വരെ അഭിനയിക്കുന്നുണ്ട്. കണ്ടില്ലെങ്കിൽ OTT-ലോ എന്തിലെങ്കിലും തപ്പിയിട്ട് കാണുക. അതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ള അറിയില്ല. ക്യാരക്ടർ നെയിം സെയിം ആണെങ്കിലും. അപ്പോൾ പിന്നെ ഈ പടത്തിൽ പുതിയ കുറേ ന്യൂആൻസസും കാര്യങ്ങളും ട്രെയിലർ കാണുമ്പോൾ വളരെ ഹൈ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ പറയുന്ന ഡയലോഗ്സ്, കാര്യങ്ങളൊക്കെ നായകനിൽ പറയുന്നതിൻ്റെ 4 പേർക്ക് ഉദവിയാകും നാ എതുമേ തപ്പില്ല എന്നുള്ളൊരു മാസ്റ്റർ പീസ് ഡയലോഗ് വരുന്നുണ്ട്. പിന്നെ എ ആർ റഹ്മാൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് റെസ്പോൺസ് പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ട്രെയിലർ അതിനുള്ള പ്രതീക്ഷക്കൊത്ത് തന്നെ ഉയർന്നു. പിന്നെ നായകൻ ടൈം മാഗസിൻ്റെ
എക്കാലത്തെയും 100 നല്ല സിനിമകളുടെ ലിസ്റ്റ് അമേരിക്കയിലെ വിശ്വവിഖ്യാതമായ ടൈം മാഗസിൻ തിരഞ്ഞെടുത്തതിൽ നായകൻ ഒരു പടമായിരുന്നു. നായകൻ ഇന്നത്തെ പല ന്യൂജൻ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. 86 റിലീസായ പടം ഞാൻ കണ്ടത് 96-97 പീരീഡിലാണ്, 10 വർഷം കഴിഞ്ഞ്. അന്ന് എനിക്ക് ഞാൻ SLC കഴിഞ്ഞ് +1 +2 പീരീഡാണ്. അന്ന് കാസറ്റ് തപ്പിപ്പിടിച്ച് തലശ്ശേരി ഡിങ് ഡോങ് മ്യൂസിക്കിൽ നിന്ന് അതിൻ്റെ കാസറ്റ് VHS കാസറ്റ് കിട്ടി VCRലിട്ട് കണ്ട പടമാണ്. അത് എത്ര തവണ കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വേലു നായക്കർ ഇതിലെന്താണ് ഇനിമേ ഞാൻ താ വേലു നായക്കർ എന്നൊക്കെ സിംബു ഇതിൽ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ പുതിയ ജനറേഷന് പറ്റുന്ന രീതിയിൽ അത് ബോട്ടിൽ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. ആ തഗ് ലൈഫ് എന്നുള്ള പേര് തന്നെ പഴയ നായകൻ എന്നുള്ള പേര് പോലെ ഒന്നല്ല, ഇപ്പോഴത്തെ ജനറേഷൻ പറ്റിയ തഗ് ലൈഫ് എന്നുള്ള പേരിന് ക്രെഡിറ്റ്. ശരിക്കും തഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനലാണ്, പക്ഷേ തഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബൽ ലൈഫ് എന്നാണ് അർത്ഥം. തഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടുപാക് ഷാക്കൂർ ആണ് ഫസ്റ്റ് ആ വേർഡ് കോയിൻ ചെയ്തത്. US മെയിൻ ലീഡിങ് ഹിപ്പ് ഹോപ്പ് സിംഗർ ആയിട്ടുള്ള ടുപാക് ഷാക്കൂറിൻ്റെ ബാൻഡിൻ്റെ നെയിമാണ് തഗ് ലൈഫ് എന്നുള്ളത്, ഫോർ യുവർ ഇൻഫർമേഷൻ. അപ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള പേര് പോലെ തന്നെ വളരെ മോഡേൺ ആയിട്ട് പഴയ നായകനായിട്ടൊന്നും യാതൊരു കണക്ഷനും ഒരുപക്ഷെ ടൈറ്റിൽ ക്യാരക്ടർ അല്ലാതെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അതിലുള്ള നാസർ ഇതിലുണ്ട് കമലഹാസനെ കൂടാതെ. അതിൽ ജനകരാജ് പിന്നെ മറ്റേ ആളെ പേരെന്തേലും മാരിമുത്തോ എന്തുകൊണ്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. നടിമാർ 2 മലയാളി നടിമാരായിരുന്നു. ശരണ്യ വൈഫായിട്ടും മകളായിട്ട് കാർത്തികയുമായിരുന്നു ആ സിനിമയിലെ നായികമാർ. കംപ്ലീറ്റ് സെറ്റിൽ ബോംബെ ആയിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് സെറ്റിൽ ഡൽഹിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ. എന്തുതന്നെയായാലും വളരെ വളരെ ഒരു ഉദ്വേഗജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വാക്കു തരുന്നു. ഇന്ത്യൻ 2 പോലെ ആകില്ല. വേറെ ഇതിനെക്കുറിച്ച്